ഹായ് ഗൈസ്. അങ്ങനെ ദേവയാനി നയനയ്ക്കായിട്ട് അടുക്കളയിൽ കയറി പാചകവും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാചകം മാത്രമല്ല, ഭക്ഷണവും കൊടുക്കുന്നുണ്ട്, വിളമ്പിയൊക്കെ. അതുപോലെ ദേവയാനി സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് നയനയ്ക്ക്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി അടുക്കളയിൽ കയറി പാചകം ചെയ്യാണ്. അപ്പോൾ ജാനകിയും ജലജയൊക്കെ ചോദിക്കുന്നുണ്ട്, ആഹാ, ഏടത്തി അങ്ങനെ അടുക്കളയിൽ കയറി പാചകമൊന്നും ചെയ്യാറില്ലല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ പാചകം ചെയ്യുന്നത്? അപ്പോൾ പറയാണ്, എന്താ എനിക്ക് പാചകം ചെയ്തുകൂടെ? നയന തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, ഞാനും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ജാനകിയും ജലജയും കൂടി പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, ഏടത്തിക്ക് എന്തൊരു മാറ്റമാണ്. അടുക്കളയിലൊക്കെ കയറി വയ്യാതിരിക്കുന്ന ഏടത്തി പണി ചെയ്യുന്നു, നയനെ ഒഴിവാക്കുന്നു. മരുമകൾ ഇപ്പം അങ്ങ് ഭയങ്കര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്, അവൾക്കും അങ്ങോട്ട് അഹങ്കാരം കൂടും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ശരിയാണ്, അവളുടെ അഹങ്കാരം കൂടി ഇനി കാണേണ്ടി വരും. ചേച്ചിയും അനുജത്തെയും കൂടി എന്നെ ഇനി ഇവിടുന്ന് അടിച്ചിറക്കും. ഹോ, ഞാൻ വന്നപ്പോൾ തന്നെ അവളും വന്നല്ലോ, നാശം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഈ വിവരങ്ങളെല്ലാം രേവതിയെ വിളിച്ച് പറഞ്ഞ് രേവതിയും വേണുവും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല, ഇത് എവിടം വരെ പോകുമെന്ന് അറിയട്ടെ നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യണം എന്ന് വേണു പറയണം. അപ്പോൾ രേവതി പറയാണ്, ഹോ, എൻ്റെ മോൾ ഇനിയും അവിടെ കിടന്ന് അനുഭവിക്കണമല്ലോ. അവൾ അവിടെയെങ്ങാൻ പോയി കിടക്കുമെന്ന് വിചാരിച്ചിട്ട് അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതും കൂടുതൽ ശക്തിയോടെയാണ് വന്നിരിക്കുന്നത്. ആ ദേവയാനി പോയി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. ഇനിയിപ്പോൾ അവളുടെ അഹങ്കാരം മുഴുവൻ എൻ്റെ മോള് കാണണം. അവളുടെ മാത്രമല്ല, അവളുടെ ചേച്ചിയാ നവ്യയുടെ, അവളാണ് ഏറ്റവും വലിയ കീടം എന്നൊക്കെ പറയാണ് രേവതി. അപ്പോൾ വേണു പറയുന്നുണ്ട്, നമ്മളങ്ങനെ നമ്മുടെ മോളെ അനുഭവിക്കാനായിട്ട് വിടുകയൊന്നുമില്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കും. ഇപ്പം ഇങ്ങനെ പോട്ടെ, നയനെ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം വരെ ഈ വേണു തീരുമാനിക്കും എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, നിങ്ങൾ കുറേ തീരുമാനിക്കും. നിങ്ങളല്ലേ ആ നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്? അവളെ തൂക്കി കൊന്നെന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് അവളെവിടെ? ഉള്ള കാശ് പോയതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ മനുഷ്യ? അപ്പം വേണു പറയാണ്, എടി, അതൊരബദ്ധമൊക്കെ പറ്റും, അവന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോൾ അത് പോട്ടെ, അതുപോലെ ആവില്ല ഇനി. ഈ വേണുവിൻ്റെ കളികളൊക്കെ നിനക്ക് അറിയാമല്ലോ. അപ്പോൾ രേവതി പറയാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ മോള് കണ്ണീര് കുടിച്ചാൽ ഞാൻ അങ്ങോട്ടൊരു ചെല്ലും, ചെന്നിട്ട് അവളുമാരെ ഞാൻ നിലം തൊടിക്കില്ല, പറപ്പിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി മനസ്സിലിങ്ങനെ നയനെക്കുറിച്ച് വിചാരിക്കുകയാണ്. അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചതാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്ത് അവളെ സന്തോഷിപ്പിക്കണം. കാരണം നേരത്തെ ഒന്നും സ്വർണവും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആദ്യമേ ഇപ്പം ഞാൻ സ്വർണമൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, ഒരു ചെറിയ സമ്മാനം എന്തെങ്കിലും അവൾക്ക് കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി ജയനോട് പറയുന്നുണ്ട്, ജയേട്ടാ, നമുക്ക് നയനയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് എന്ന് പറയാണ്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, അതെന്താ ഇപ്പം നയനയ്ക്കൊരു സമ്മാനം? നയനയോടെന്താ നിനക്കിപ്പോൾ ഇത്ര സ്നേഹം? നീ അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തല്ലോ. അപ്പം ജയം ചോദിക്കുമ്പം ദേവയാനി പറയാണ്, അതെന്താ എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നൂടെ? ആദർശിൻ്റെ വിഷമം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. അവനാണെങ്കിൽ വയ്യാത്തതല്ലേ, രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരുന്ന് ടെൻഷൻ അടിച്ച് വല്ലതൊക്കെ ആയിപ്പോയാലോ. എനിക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ജയം പറയാണ്, അങ്ങനെ സ്വാർത്ഥയാകാതെ, നയനി അതുപോലെ തന്നെയാണ്, അവൾക്കും വയ്യായികയൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുക, അവൾക്കെന്താ വയ്യായിക? അവൾക്കൊരു വയ്യായികയില്ല. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി, ഒരു സാരി വാങ്ങിക്കൊടുക്കാം, അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു 2 ലക്ഷം രൂപയുടെ സാരി എടുക്കുകയാണ് കേട്ടോ അലമാരിയിൽ നിന്ന്. എന്നിട്ട് സ്വയം പറയുന്നുണ്ട്, ഇത് നയനയ്ക്ക് കൊടുക്കാം, 2 ലക്ഷം രൂപ വിലയുള്ളതാണ്, എനിക്ക് പ്രിയപ്പെട്ട സാരിയാണിത്, ഇത് അവൾക്ക് കൊടുക്കാം. കാരണം അവൾക്ക് എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഇനി അവൾക്കുള്ളതാ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ഗൗരവത്തോടു കൂടി ആ സാരിയുമായിട്ട് വരിക. അപ്പോൾ നയനയാണെങ്കിൽ തറ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീയാണോ മോളെ ഈ തറയൊക്കെ തുടയ്ക്കുന്നത്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ? നിനക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്തൂടെ? അപ്പം നയന പറയാണ്, അതൊന്നും സാരില്ലമ്മേ, റെസ്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ഈ ജോലികളൊക്കെ ചെയ്യണ്ടേ, അടുക്കളയിലെ പണിയൊക്കെ അമ്മ ചെയ്തില്ലേ, അതുകൊണ്ട് പിന്നെ ഈ തറ ഞാൻ തുടച്ചേക്കാമെന്ന് വിചാരിച്ച്. വേണ്ട, ആ തറയൊന്നും നീ തുടയ്ക്കണ്ട, ഇവിടെ മറ്റുള്ളവർ ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട,
ആ ചൂല് നീ താഴെ ഇട് എന്ന് പറയാണ്. അപ്പോൾ താഴേക്ക് ഇടുകയാണ് ചൂല്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിന്നോടിത് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്താണെന്നറിയാവോ? നിൻ്റെ വീട്ടുകാരും ആദർശും എല്ലാം പറയുന്നത് നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്നാണ്. അങ്ങനെ ക്ഷീണമുള്ള നീ ഇവിടെ വന്ന് ഈ പണിയൊക്കെ ചെയ്ത് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നിൻ്റെ വീട്ടുകാർ പറയും ഇവിടെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു, അതുകൊണ്ടാണ് നീ തല കറങ്ങി വീണതെന്നൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ജോലി ചെയ്യേണ്ടത്. നിൻ്റെ അസുഖങ്ങളൊക്കെ മാറുമ്പം നിനക്ക് ജോലി ചെയ്യാം എന്ന് പറയാണ്. അതുമാത്രമല്ല നയനെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിന്നോട് പറയാം. നിനക്ക് ഇനി ഇവിടുത്തെ ജോലികൾ മാത്രമല്ല കേട്ടോ, ഓഫീസിലെ ജോലിയും കൂടി ചെയ്യണം. അവിടെ ഒരു ചീഫ് ഡിസൈനറിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ആദർശ് പറയുന്നത് കേട്ടു. നിൻ്റെ ഡിസൈനുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ വില കിട്ടുന്നുണ്ടെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്ര മികച്ച ഡിസൈനർ ആണെങ്കിൽ നീ അങ്ങോട്ട് പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യ്. അത് നമ്മുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുമെങ്കിൽ അത് നല്ലതല്ലേ? ഇവിടെ വെറുതെ ചൊറിയും കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നയന പറയാണ്, അത് അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഓഫീസിൽ പോകാതിരുന്നത്. എനിക്ക് പോകാൻ താല്പര്യമാണെന്ന് പറയാണ്. അപ്പം ദേവയാനി പറയാണ്, അതെ എനിക്കറിയാം നിനക്ക് പോകാൻ താല്പര്യമായിരിക്കുമെന്ന്. കാരണം ആദർശ് എപ്പോഴും അവിടെയല്ലേ, അവനെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ടല്ലേ നീ ഓഫീസിൽ പോകുന്നത്. അപ്പം നയന പറയാണ്, അതുകൊണ്ടല്ലമ്മേ, എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ആ ഇഷ്ടമായാലും അല്ലെങ്കിലും നിൻ്റെ ഡിസൈനുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞ കാരണം അത് പോയി ചെയ്തിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടാകട്ടെ, നിന്നെക്കൊണ്ട് കുടുംബത്തിന് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെയൊക്കെ പറയുകയാണ് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ദേവയാനിക്ക് സന്തോഷമാണ്. എന്നിട്ട് ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവിടുത്തെ ചീഫ് ഡിസൈനറായിട്ട് ഇവള് തന്നെ പോട്ടെ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഇവിടുത്തെ അടുക്കളയിലെ പണിയൊക്കെ ചെയ്ത് മുരടിച്ചിവിടെ ഇരിക്കാതെ ഓഫീസിൽ പോയി ജോലി ചെയ്യട്ടെ, അങ്ങനെ അവൾ സന്തോഷിക്കട്ടെ, ആദർശിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കട്ടെ. ഇനിയിപ്പം ഇവക്ക് വേണ്ടി ചെയ്യാൻ എനിക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അതൊക്കെ ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കണം. എന്നിട്ട് നയനെ അവിടുന്ന് ആ ബക്കറ്റും ചൂലുമൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി വിളിക്കുകയാണ് കേട്ടോ, നയനെ ഒന്ന് നിന്നേ എന്ന് പറയണം. അപ്പം നയന അവിടെ നിൽക്കുകയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം പറയാണ്, നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ട് വന്നിട്ടുണ്ട്. സമ്മാനം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സാരിയാണ്. അത് നീ അടുത്ത ദിവസം മുതൽ ഇനി ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങുമ്പം ഉടുത്തോണ്ട് പോകാനായിട്ട് ഞാൻ എടുത്ത് വച്ചതാണ്. എൻ്റെ ഒരു സാരിയാണ്, കുറച്ച് പഴയതാണ്, എന്നാലും നിനക്കത് തന്നേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അപ്പോൾ നയന എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നയന പറയാണ്, അമ്മേ പഴയതാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തന്നു, അമ്മ എന്ത് സമ്മാനം തന്നാലും അതിനി ഞാൻ സ്വീകരിക്കുമെന്ന് പറയണം. അങ്ങനെ കൂടുതൽ സമ്മാനമൊന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, പിന്നെ ഈ സാരി അത് നിനക്ക് തന്നേക്കാം, ഓഫീസിലേക്ക് പോകാൻ തുടങ്ങല്ലേ എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം നയന പറയാണ്, ഈ ഒരു നിമിഷത്തിനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് അമ്മേ, ഒരുപാട് ആഗ്രഹിച്ചതാണ് അമ്മ എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് തരുന്നത്. ആ എന്നാ ഇതാ പിടിച്ചോ എന്ന് പറയാണ് കേട്ടോ. നയനെ അപ്പോൾ ആ സാരി വാങ്ങിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല സാരിയാണല്ലോ അമ്മേ, നല്ല ഡിസൈൻ ആണല്ലോ അമ്മേ, ഇത് നല്ല വിലയുള്ള സാരിയല്ലേ അമ്മേ, ഇതെനിക്ക് വേണ്ട എന്ന് പറയാണ്. എന്താടി ഞാൻ തന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കുറച്ച് പഴയ സാരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണോ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്? അപ്പം നയന പറയാണ്, അമ്മ എന്ത് തന്നാലും എനിക്ക് ഇഷ്ടപ്പെടും, പിന്നെ അതുകൊണ്ടല്ല, ഇത്രയും വില കൂടിയ സാരിയൊന്നും ഞാൻ ഉടുക്കാറില്ലല്ലോ. ഇത്തിരി വില കൂടിയ സാരി ഉടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അനന്തപുരിയിലെ ആദർശിൻ്റെ ഭാര്യയല്ലേ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നയന ആ സാരിയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ ഇപ്രാവശ്യം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് മാത്രമല്ല, നയനയ്ക്ക് വിളമ്പി കൂടി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ദേവയാനിക്ക്. അങ്ങനെ ദേവയാനി എല്ലാവരും ഇരുന്ന് കഴിയുമ്പോൾ നയന വരുന്നുണ്ട്. നയനി എല്ലാവർക്കും ഫുഡ് വിളമ്പാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ദേവയാനി പറയുക, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പോവാണ് എന്ന് നയന പറയാണ്. അങ്ങനെ നീ വിളമ്പിയൊന്നും കൊടുക്കണ്ട, ഞാൻ ഇന്നിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തത് ഞാൻ തന്നെ വിളമ്പി തന്നോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക അവിടെ വരുന്നുണ്ട് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, ആ അവൾ വിളമ്പി തന്നോളും വല്യമ്മേ, വല്യമ്മ എന്തിനാ ഈ വയ്യാത്തടത്ത് ഫുഡ് വിളമ്പാനൊക്കെ പോകുന്നത്? അപ്പം ദേവയാനി പറയാണ്, അതിന് ഞാൻ നിനക്ക് ഫുഡ് വിളമ്പി തരാനൊന്നും പോകുന്നില്ല, ഇവക്ക് ഫുഡ് വിളമ്പി കൊടുക്കാമെന്ന് വെച്ചാ, ഇവളല്ലേ എന്നും എനിക്ക് വിളമ്പി തരാറുള്ളത്, ആ കടമൊക്കെ എനിക്ക് വീട്ടണം, അവൾക്ക് അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഇന്നത്തെ ദിവസം ഇവക്ക് ഞാൻ വിളമ്പി കൊടുക്കും എന്ന് പറയാണ്. എന്നിട്ട് നയനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അപ്പം നയനയ്ക്കിന്ന് സന്തോഷമാവുന്നുണ്ട്, ഇതെന്തോ മനഃപൂർവ്വമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നയനയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയാണ്, നിനക്ക് ഞാൻ ഇന്ന് ഫുഡ് വിളമ്പി തരും, ബാക്കിയുള്ളവർ ആരാന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക്, അതാണ് നീ ബാക്കിയുള്ളവർക്കെല്ലാം ഫുഡ് വിളമ്പി കൊടുക്ക്
എന്ന് പറയാണ് കേട്ടോ ദേവയാനി. എന്നിട്ട് നയനയ്ക്ക് ആവശ്യത്തിന് അടുത്ത് നിന്ന് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോഴേക്ക് നയനയ്ക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ, ഇത് അമ്മ എന്തോ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ചെയ്യുന്നതാ. പുറത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഉള്ളിൽ സ്നേഹമുണ്ട്. അതുകൊണ്ടായിരിക്കും വീട്ടിൽ വന്ന് വിളിച്ചതും ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദേവയാനി ഇനി കട്ടയ്ക്ക് നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്